എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരള ഗവൺമെൻറ്റിൽ കരാറടിസ്ഥാനത്തിൽ നേടാൻ പറ്റുന്ന ചില അവസരത്തെ പറ്റിയാണ് പറയുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. ഇപ്പോൾ ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് KPESRBയിലാണ്, കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. www.kpesrb.kerala.gov.in ഇതാണ് വെബ്സൈറ്റ് വരുന്നത്. കരാറടിസ്ഥാനത്തിലുള്ള ജോലിയാണെങ്കിലും എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ വ്യവസായ വാണിജ്യ വകുപ്പ് നടപ്പിലാക്കുന്ന റാമ്പ് സ്കീമിൽ BDSP ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത്. മാർച്ച് 9 വരെ അപ്ലൈ ചെയ്യാനായിട്ട് ടൈമുണ്ട്. 500 ഒഴിവിലാണ് ടോട്ടലായിട്ടുള്ളത്. ജില്ല തിരിച്ചുള്ള വേക്കൻസീസ് നമുക്ക് സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ വേക്കൻസീസ് വരുന്നത് 500 എണ്ണമാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സ് വരെയാണ്. 14 ജില്ലകളിലും ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. 23,000 രൂപയാണ് കൺസോളിഡേറ്റഡ് പേ ആയിട്ട് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന് 50 രൂപയും ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഡിസേബിൾ വേക്കൻസി ആയിട്ടാണ് പറയുന്നത്, മാൻഡേറ്ററി അല്ല. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് BTech അല്ലെങ്കിൽ MBA പാസ്സായവർക്കായിരിക്കും ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കേരള പബ്ലിക് എൻ്റർപ്രൈസ് ആൻഡ് സെലക്ഷൻ ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. മാർച്ച് 9 മുൻപായി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കാര്യം ശരിയായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.